Welcome to Semester 2 Complementary Electronics, BSc Main Physics, and this is from Chapter 20, Load Line and DC Bias Circuits. And the topic we discussed today is Voltage Divider Bias and AC Load Line Problem. Voltage Divider Bias and AC Load Line Problem. So when we come into Voltage Divider Bias, we have previously seen the universal stabilization circuit. That you read universal stabilization circuit is same as voltage divider circuit. So when asked voltage divider or potential divider circuit, you can write universal stabilization circuit that we have discussed in class number 39. ഇപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്റ്റെബിലൈസേഷൻ സർക്യൂട്ട് എന്ന പേരിൽ നമ്മൾ നേരത്തെ ക്ലാസ് നമ്പർ 39 പഠിച്ചതാണ്. അതൊന്ന് വായിക്കുക, അതെഴുതുക. ഇനിയാണ് നമ്മൾ എ സി ലോഡ് ലൈനിൻ്റെ പ്രോബ്ലം പറയുന്നത്. എ സി ലോഡ് ലൈൻ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ്, നോക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എ സി ലോഡ് ലൈൻ. അപ്പോൾ എ സി ലോഡ് ലൈൻ എന്താണെന്ന് ഒന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഇവിടെ ചിത്രത്തിൽ നമ്മൾ വരച്ചിരിക്കുന്നത് എക്സ് ആക്സിൽ വി സി ഇ കളക്ടർ എമിറ്റർ വോൾട്ടേജ്, ട്രാൻസിസ്റ്ററിൻ്റെ വൈ ആക്സിൽ കളക്ടർ കറണ്ട്. അപ്പോൾ എ ബി ലൈൻ കിട്ടും. ആ എ ബി ലൈനെ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ. അതിൽ നിന്ന് കുറച്ചുകൂടി ചരിച്ച് സി ഡി എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എ സി ലോഡ് ലൈൻ. അപ്പോൾ ഇവിടെ ഇത്തരം ലൈനിൽ നമുക്കറിയാം സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്, കട്ട് ഓഫ് പോയിന്റ് ഉണ്ട്, പിന്നെ ക്യൂ പോയിന്റ്. ഈ രണ്ട് ലൈനുകളും ഇൻ്റർസെക്ട് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്, ക്യൂ. അതിന് ക്യൂ പോയിന്റ്, ഓപ്പറേറ്റിംഗ് പോയിന്റ്, ക്യൂ സെൻ പോയിന്റ് എന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പടം ഒന്ന് ആദ്യം വരയ്ക്കുക. എന്നിട്ട് എന്താണ് എ സി ലോഡ് ലൈൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഒരിക്കൽ കൂടി നോക്കാം. We can see what is AC load line. So in the above figure, two load lines are marked and they are drawn on the output characteristics of a transistor amplifier. Here in the diagram, AB is the DC load line and CD is the AC load line. The two load lines meet at a point Q and Q is operating point. And what is definition of AC load line? AC load line is defined as the line along which operating point shifts up and down when changes of output voltage and current of the amplifier an amplifier are caused by an AC signal. ആംപ്ലിഫയറിൻ്റെ എ സി സിഗ്നൽ മൂലം ഔട്ട്പുട്ട് മാറുമ്പോൾ ഈ ലോഡ് ലൈൻ എങ്ങനെ മാറുന്നു? ലോഡ് ലൈനിൽ ആ ക്യൂ പോയിൻ്റ് മാറുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. ക്യൂ പോയിൻ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു ലൈനിലൂടെ മാറുന്നത് കാണാം ഈ എ സി കൊടുക്കുമ്പോൾ. ആ ലൈനെ വിളിക്കുന്ന പേരാണ് എ സി ലോഡ് ലൈൻ. എ സി ലോഡ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി line along which operating point Q shifts up and down when changes of output voltage and current of an amplifier are caused by an AC input signal. ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് മാറുമ്പോഴാണ് ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫോർ എ സി ലോഡ് ലൈൻ, അപ്പോൾ എ സി ലോഡ് ലൈന് ഈ സാച്ചുറേഷൻ കറണ്ടും അതുപോലെ കട്ട് ഓഫ് വോൾട്ടേജും വ്യത്യാസമുണ്ട്. For AC load line, IC sat is equal to ICQ plus VCQ by RAC, equation number 1, where RAC is effective load. You know, if there is no RL, then RAC equal to RC. If RC and RL are there in an amplifier circuit, then RAC we write as RC parallel RL. The meaning is RC into RL by RC plus RL. In that manner, you have to take RAC. And VC cutoff is given by VCQ is equal to VCQ plus ICQ into RAC. Cutoff value, ഈ കളക്ടർ എമിറ്റർ വോൾട്ടേജിൻ്റെ കട്ട് ഓഫ് വാല്യൂ കാണുന്നതിന് നമ്മൾ വി സി കട്ട് ഓഫ് ഇസ് ഈക്വൽ വി സി ക്യൂ പ്ലസ് ഐ സി ക്യൂ ഇൻറ്റു ആർ എ സി എന്ന് എടുക്കണം. ആർ എ സി ഈസ് ഈക്വൽ ടു ആർ സി പാരലൽ ആർ എൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ എ സി ലോഡ് ലൈൻ ആൻഡ് give the values of saturation current and cut off voltage. അതിൻ്റെ ഇക്വേഷനാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു 3 പ്രോബ്ലം ഈ എ സി ലോഡ് ലൈനിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡി സി ലോഡ് ലൈൻ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്.
Now we do some problems from AC load line. Actually, 3 problems are discussed here. First problem, draw DC and AC load line for the circuit shown below. What is the maximum peak-to-peak signal that can be obtained? അപ്പോൾ ഇതാണ് ഡയഗ്രാം. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഡയഗ്രാം. അത് ഈ പ്രോബ്ലത്തിൻ്റെ കൂടെ തന്നെ കാണാം. ലെഫ്റ്റ് സൈഡിൽ ആൻസർ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ആൻസർ അഡ്വാൻസ്ഡ് മാർക്ക് ചെയ്യാണ്. കാരണം താഴെ പറയുന്ന കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ ലോഡ് ലൈൻ വരയ്ക്കാൻ. സോ ദ ക്വസ്റ്റ്യൻ, the circuit diagram referred in the question is given on the right side. Its answer is given on the left side. 2 load lines we have drawn, and there we have to mark the values. At A, at B, at C, at D there are values. You have to mark them. You closely note it, read it. VCE on the x-axis and IC on the y-axis. The values are discussed, calculated as below. For collector circuit, VC is equal to ICRC plus VC plus IRA. And you know I is nearly equal to IC, therefore VC is equal to ICRC plus VC plus ICRA. IC is taken out, VC is equal to IC into RC plus RA plus VCE. Now at the saturation point, what happens? At the saturation point, that is for DC load line. At the saturation point A, VC equal to 0, therefore VCC equal to IC into RC plus RA, that is IC sat. That is for DC load line. VCC by RC plus RA, 20 by 3 plus 2, 20 by 5, 4 milliampere. 4 milliampere is to be marked at the point A in the above graph. At the cutoff point B, IC equal to 0, VCE equal to 0 plus VCC equal to 0 plus VCE. Therefore, VCE equal to VCC is 20 volt. That is cutoff point. That you have to mark at B in the figure, 20 volt. For the line AB, at the point B, you have to mark 20 volt. Now comes calculation of current IB and IC in the base circuit. For base circuit, I1 is equal to VCC by R1 plus R2, and this we study in universal stabilization circuit or voltage divider circuit. That is 20 by 21 milliampere. And I2 is also 1 milliampere since I1 equal to I2. Therefore, V2 is equal to I2 into R2, that is 1 into 4, that is 4 volt. V2 is equal to VBE plus IRA. VB is taken as 0 because whether it is silicon transistor or germanium transistor, that is not a given. In that case, you can take a VB equal to 0. So 4 is equal to 0 plus ICRA. Remember, I is equal to IC. That is 4 is equal to ICRA. 4 is IC into 2. IC equal to 4 by 2, 2 milliampere. Therefore, VCE equal to VCC minus IC into RC plus RA. That is 20 minus 2 into 3 plus 2, 20 minus 2 into 5, that is 10 volt. So we can now mark the operating point. Q is VCE IC in a bracket. That is 10 volt, 2 mA. That is the operating point. After obtaining operating point, we find the IC sat of AC load line and VC cutoff. For AC load line, saturation point is C, IC sat is ICQ plus VCQ by RAC. നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. നമ്മൾ പുതുതായി പഠിച്ച ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. RAC is RC parallel RL. RC parallel RL because we are taking them in parallel. But RL is not given in the circuit diagram. In that case, we can take RAC equal to RC only. Therefore, 2 is equal to 10 by RAC. 2 plus 10 by 3. RAC is RC is 3. That is 2 plus 3.33, 5.33 milliampere. That is IC sat.
And cutoff point VC equal to VCQ plus ICQ into RAC, that is equal to 10 plus 2 into 3, 10 plus 6, that is 16 volt. That is the voltage corresponding to VC cutoff, that is point D on the AC load line. Then there is a part question, what is peak to peak AC shift? Peak to peak AC shift. ഒരു ഗ്രാഫ് ഇവിടെ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 6 വോൾട്ട്, താഴെ ഒരു -6 വോൾട്ട് കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ 6 കിട്ടുന്നത്, അതിൻ്റെ കണക്കാണ് പറയുന്നത്. DC operating point is 10 volt. It is shifted to 16 volt. Therefore, difference is 6 volt. Difference 6 volt. It is shifted to 16 volt in one direction. So, the change is change in peak is 6 volt. Therefore, total change in the peak value, peak to peak shift 6 plus 6, that is 12 volt. അതായത് 16 വോൾട്ടാണ് നമുക്ക് ഒരു കാൽക്കുലേഷൻ കിട്ടുന്നത്. ഓപ്പറേറ്റിംഗ് പോയിന്റിൽ 10 വോൾട്ട്, അപ്പോൾ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ പീക്ക് 6ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ മുകളിലോട്ട് 6 കണ്ട് ഷിഫ്റ്റ് ചെയ്യാം, താഴോട്ട് 6 കണ്ട് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ AC പീക്ക് ടു പീക്ക് ഷിഫ്റ്റ് 12 വോൾട്ടാണ്. അതേടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഔട്ട്പുട്ടിൽ ലോഡുണ്ട്, അതേ വ്യത്യാസമുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററുകൾ ഇത്തരം കാൽക്കുലേഷനിൽ വരുന്നതല്ല എന്ന് പ്രത്യേകം ഓർക്കുക. കപ്പാസിറ്റർ ഹാസ് നോ ഇമ്പോർട്ടൻറ്റ് ഇൻ കാൽക്കുലേറ്റിംഗ് ദി ക്യൂ പോയിന്റ് ഓർ ദി കട്ട് ഓഫ് സാച്ചുറേഷൻ പോയിന്റ്സ്. അപ്പോൾ ഇവിടെ സെയിം പ്രോബ്ലം, ഒരു RCയുടെ കൂടെ ഒരു RL വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ RAC കാൽക്കുലേഷനിൽ RC പാരലൽ RL എടുക്കേണ്ടി വരും. ആൻസർ ഇവിടെ ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് അടയാളപ്പെടുത്തണം. അതിൽ വാല്യൂസ് വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ താഴെ പറയുന്ന ഡിസ്കഷനകത്ത് വരുന്നുണ്ട്. യു കെയർഫുള്ളി ലുക്ക് അറ്റ് ദി ഫിഗർ, യു നോട്ട് ദ വാല്യൂസ്. AB is the DC load line and AB is the DC load line and CD is the AC load line. And here also same calculation for collector current VC is equal to IC into RC plus VC plus IRA. 20 is equal to IC RC plus VC plus ICRA. Since I is equal to IC, that is 20 is IC into RC plus RA plus VCE. 20 is equal to IC into 3 plus 2 plus VCE. Therefore 5IC. 5IC plus VC is 20. At saturation point VC equals 0. That is 5IC plus 0 is equal to 20. IC is 20 by 5, 4 milliampere. Cutoff point at the cutoff point IC equals 0. Therefore, VC equal to 20 volt. So we can draw the DC load line. Consider the base current. Now we can find the Q point. Consider the base circuit. VC is equal to I1R1 plus I2R2. VC is equal to I1R1 plus I1R1. Because I1R1 plus I1R2. Because I1 is equal to I2 in voltage divider circuit. Therefore, I1 is equal to VCC by R1 plus R2. That is I2 is VCC by R1 plus R2. On calculation, we get I1 or I2 is 1 milliampere. But V2 is I2 R2, that is equal to 1 into 4 volt. But V2 is VB plus IRE, that is ICRE. ICRE. VB is 0. Therefore, V2 is IRE. IRE. That is 4 is I into 2. That is I is IC. I is IC. 2 mA. IC is nearly equal to IE. That is IC is 2 mA. Putting in 1, 5 into 2 is equal to VC plus 20. VC is 20 minus 10. That is 10 volt. Q point. Q is equal to 20 volt 2 mA. Now we pass on to AC load line. For AC load line, VC cutoff is equal to VCQ
plus ICQ into RAC. What is RAC? That is RC parallel RL. That is calculated in the right side margin. We get 3 into 4 by 3 plus 3 into 6. 3 into 6. 3 point 3 into 6 by 3 plus 6, that is 18 by 9. 2K. 2K is the value of RAC. Therefore, I see that is ICQ 2 plus VCQ 12 by 10 by 2. 2 plus 5, 7 MA. This gives the point C. This gives the point C. That is IC sat. And VCE cutoff is equal to 14 volt. That is also written here. And this is the last problem in this connection. Find DC and AC load line of the circuit shown below. ഇവിടെ ലോഡ് ലൈൻ വരച്ചിരിക്കുകയാണ്. സെയിം പ്രോബ്ലം repeated with the different values. The answer diagram is given in advance. You see the left side and you can draw it at the end of the problem after calculating all the values. For your convenience, it is initially drawn here. Without doing, we cannot put the values. The values are calculated as under. Consider collector circuit VCC equal ICRC plus VCE plus IRA. That is VCC equal to IC into RC plus RA plus VC. You know, IC is nearly equal to IE. That on calculation we get 10 is equal to 3IC plus VCE. At the saturation point, VCE equals 0. That is for DC load line. That is 10 is equal to 3IC plus VCE. VCE is equal to 3IC. IC is 10 by 3. That is 3.33. 3.33. At the cutoff point, IC is equal to 0. We get VCE cutoff is equal to 10 volt. So we can draw the DC load line. Now we come to the calculation of Q point. Consider base circuit. VCC equal to IC I1 R1 plus I2 R2. I1 is nearly equal to I2. So VCC equal to I1 into R1 plus R2. I1 is VCC by R1 plus R2. That on calculation we get 10 by 10 1 MA. But I2 is equal to I1 equal to 1 MA. V2 is I2 R2. That is 1 into 2 volt. V2 is VB plus IRE. VB is taken as 0 as usual. 2 is 0 plus IC into RE. RE is 1 given in the figure. That is I2 is 2 MA. Therefore, I1 is 2 MA. Therefore, equation 1 becomes 10 is equal to 6 plus VC. VC is 10 minus 6, 4 volt. Q point. 4 volt 2 MA. That is Q point. Now we have to find AC load line. AC load line. For AC load line, IC sat is ICQ plus VCQ by RAC. That is 2 plus 4 by 1.2. RC is calculated in the right margin. That is RAC is RC parallel RL. RC into RL by RC plus RL. That is 2 into 3 by 2 plus 3. 6 by 5, 1.2. 1.2 is written here. Therefore, 2 plus 4 by 1.3. That is equal to 2 plus 0.33. 1 by 1.2 plus 0.33. That is the answer you see in the margin.
there's a difference. BCQ is right first. That is BCQ is written. എഴുതിയിലൊരു BCQ 4 വോൾട്ടാണ്, 4 വോൾട്ടാണ്, 4 വോൾട്ട്. പിന്നെ RAC നമുക്ക് കിട്ടിയത് 1.2 ആണ്. അപ്പോൾ 4/1.2 ആണ്. 4/12/5 4/2.4 ആയി. 2.4 അത് 1.33 കിട്ടും അവിടെ. അപ്പോൾ ആൻസർ 3.33. 1.3 ആകും. അത് ശരിയാകത്തില്ല. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1/0.3 ആകുമ്പോൾ എത്ര കിട്ടും? 10/3. 10/3 ആകുമ്പോൾ 3.3 ശരിയാണത്. വാല്യൂ നമ്മൾ വെട്ടി വരുമ്പോൾ അത് വരും. What calculation we get to that? That is 5.33 MA. That is point C. VC cutoff physical VCQ plus ICQ into RAC. That is 4 plus 2 into 1.2. 1.4 RSC VCQ 4 and ICQ 2 into 1.2 RSC 1.2. That is 4 plus 2.4 6.4 volt. That is all with your 47th class. We continue our topic. Thank you very much.